ഓക്കെ, എങ്ങനെയാണ് ഈ ടിവിയുടെ സ്വാധീനം നല്ലതായിട്ടാണോ അതോ ചീത്തയായിട്ടാണോ ബാധിക്കുന്നത്? അങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് വിസിബിൾ ആയിട്ട് വരിക. ലേണിംഗ് പ്രോസസ്സിനെ TV സ്വാധീനിക്കാവുന്ന രീതിയിലുള്ള നല്ല പ്രോഗ്രാമുകൾ ഉണ്ട്. പക്ഷെ നമ്മുടെ കുട്ടി അത് മാത്രം അതൊഴികെ മറ്റെല്ലാം കാണുന്നുണ്ട്. വ്യക്തമായ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചും ഇപ്പോൾ കൺസൾട്ടേഷനൊക്കെ വരുന്ന കുട്ടികളുടെ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പെർഫോമൻസ് കുറയുന്നതിൽ, മാർക്ക് കുറയുന്നതിൽ ഇവർ മടി പിടിച്ച് അല്ലെങ്കിൽ ലേസിനെസ് എന്ന് പറഞ്ഞ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് കിടന്നുകൊണ്ട് വിശാലമായ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ നമുക്കങ്ങനെ ഒക്കെ വേണമെങ്കിൽ പറയാം, TV കണ്ട് ആസ്വദിച്ച് സമയം പോകുമ്പോൾ ഇവരുടെ പഠിക്കേണ്ട പല കാര്യങ്ങളും നാളേക്ക് മാറ്റിവെക്കുന്നത് മാത്രമല്ല ആ TVയുടെ ഇൻഫ്ലുവൻസ് നെഗറ്റീവായിട്ട് ഇവിടെ മനസ്സിലുണ്ടാവുകയും ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പ്രോസസ്സിൽ പോസിറ്റീവായ സാധ്യതകളാണെങ്കിൽ തന്നെ നമ്മുടെ കുട്ടിക്ക് ആ പോസിറ്റീവായ സാധ്യത ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ പറ്റാതിരിക്കുന്നത് കൊണ്ടോ കൂടുതലായ സമയം TVയുടെ മുമ്പിൽ ചെലവഴിക്കുന്നത് കൊണ്ടോ പഠനത്തെ ഇത് സാരമായി ബാധിക്കുന്നുണ്ടെന്നുള്ളത് ഫാക്റ്റാണ്. ഓക്കെ, അപ്പൊ ശരിക്കും ഇതിനോടനുബന്ധിച്ച് ചോദിക്കാനുള്ള സ്വഭാവമായിട്ട് കുട്ടികൾ ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഒരു പെരുമാറ്റങ്ങൾ എല്ലാം തന്നെ ഇവരെ സ്വാധീനിക്കുമല്ലോ. അപ്പൊ പെരുമാറ്റ രീതികളെയൊക്കെ സാധാരണ TV സ്വാധീനിക്കാറുണ്ടോ? നമ്മൾ കണ്ടാണല്ലോ നമ്മൾ പല കാര്യങ്ങളും ഒരു കാലത്ത് കണ്ട് നമ്മൾ ഗുരുമുഖത്തു നിന്നും പറയുന്നത് കേട്ട് ചെയ്യുക എന്നതിനേക്കാളും എഴുതി വായിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരാൾ ചെയ്യുന്ന ഒരു ബിഹേവിയറിനെ അനുകരിക്കാനുള്ള ഒരു മോഡലിംഗ് പ്രോസസ്സ് പ്രത്യേകിച്ചും കുട്ടികൾക്കുണ്ടാകാം. TVയിലൂടെ വരുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് വിവേചിച്ചറിഞ്ഞിട്ട് അത് നല്ലത് ചെയ്യുക ചീത്ത മാറ്റി വെക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എനിക്ക് തോന്നുന്നില്ല കുട്ടികൾക്ക് പലപ്പോഴും പറ്റാറില്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ കാണുന്നത് എന്തോ അത് അനുകരിക്കും. അവിടെ കാണുന്നത് വയലൻസ് ആണെങ്കിൽ അവൻ്റെ ഉള്ളിൽ ആ വയലന്റ് ബിഹേവിയർ പ്രകടമാകും. ഒരാളെ കൊല്ലണം എന്നുള്ള അല്ലെങ്കിൽ പ്രതികാര ചിന്തയോടുകൂടിയുള്ള സിനിമകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങളാണ് ഇവൻ സീരിയലിലൊക്കെ അല്ലെങ്കിൽ സിനിമയിലൊക്കെ ആണെങ്കിലും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. കുട്ടികളുടെ ഭാഷയെ ടെലിവിഷൻ സ്വാധീനിക്കുന്നു എന്ന് ഇപ്പൊ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലായി. ഇവരുടെ ക്രിയാത്മകതയെ എത്രത്തോളം ടെലിവിഷൻ സ്വാധീനിക്കും? ക്രിയാത്മകത എന്ന് പറയുന്ന സംഭവത്തിൽ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ എന്നുള്ളതുണ്ട്. നമ്മൾ പണ്ടായിരുന്നെങ്കിൽ പുറത്തേക്ക് നോക്കുകയും പ്രകൃതിയുടെ തന്നെ വ്യത്യസ്തതകളേക്ക് നോക്കാനും പ്രകൃതിയിലെ പല ചേഞ്ചസ് മനസ്സിലാക്കാനും ഇവൻ കൂട്ടുകാരോടൊന്നിച്ച് കൊച്ചുകുട്ടികളായിരുന്നെങ്കിൽ ഇപ്പോൾ ടൗണിലൊക്കെ അത് മിസ്സിംഗ് ആണെങ്കിൽ പോലും നമുക്ക് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുക അല്ലെങ്കിൽ കുട്ടിയും കോലും കളിക്കുക എന്ന് പറഞ്ഞാൽ പഴയ കാര്യം. ഇവ കുറച്ചുകൂടെ പുതിയ രീതിയിലുള്ള ഗെയിംസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇൻട്രാക്ട് ചെയ്യാനും പല തലങ്ങളിലുള്ള പ്രോസസ്സുകളിൽ ഇൻവോൾവ് ചെയ്യാനും ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റിലുള്ള സാധ്യതകളിലേക്ക് പോകാനും കുട്ടിക്ക് പറ്റാതിരിക്കുകയും കുട്ടി ഈ TVയിൽ മാത്രം നോക്കിയിരിക്കുകയും ചെയ്യുമ്പോൾ അവന് മറ്റു തലങ്ങളിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാകുന്നില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഒരേ രീതിയിൽ ഒരു വൺ സൈഡ് പ്രോസസ്സ് മാത്രമായി വരുമ്പോൾ പ്രത്യേകിച്ചും 2 വയസ്സിന് മുമ്പുള്ള കുട്ടികൾ TV കാണരുത് തന്നെയാണ് പറയുക. കാരണം ബ്രെയിൻ ഡെവലപ്മെന്റിനെ കാര്യമായിട്ട് അത് ബാധിക്കുമെന്ന്. തീർച്ചയായിട്ടും ഈ ഒരു മറ്റ് ആക്ടിവിറ്റീസിലേക്ക് ഇവൻ ആളുകളോട് സംസാരിക്കണം. അങ്ങനെയാണ് സോഷ്യൽ സ്കിൽ ഉണ്ടാവുക. വീട്ടുകാരോട് സംസാരിക്കും, വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള പ്രോസസ് ഉണ്ടാകുമ്പോഴാണ് അവന് വീട്ടിൽ ഫാമിലിയിൽ കമ്മിറ്റ്മെന്റ് ഉണ്ടായി വരിക. ഇതൊന്നും നടക്കാത്ത രീതിയിൽ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവരുടെ എല്ലാ തലങ്ങളിലും ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ബ്രെയിൻ ഡെവലപ്മെന്റ് എല്ലാ തലങ്ങളിലും ഇതൊരു പ്രശ്നമായിട്ട് മാറാം.